ഇതിപ്പം നമ്മുടെ എല്ലാം ടെലിഫോണുകളിൽ സഞ്ചാർ സാത്തി പ്രീഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏറ്റവും അപകടകരമായൊരു തീരുമാനം ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. ബേസിക്കലി സ്വകാര്യതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ മൊബൈലുകൾക്കും സഞ്ചാർ സാത്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ടെലിഫോണുകളിലും സർവൈലൻസ് നടപ്പിലാക്കാൻ കഴിയുന്നൊരു സിസ്റ്റത്തിലേക്കാണ് അതിലൂടെ പോകുന്നത്. ഇപ്പോൾ പുറമേ കാണിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യമാണ്, അവരുടെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്, അതുപോലെ ഫോണിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നതെങ്കിലും ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോണുകൾ കേൾക്കാനും കാണാനുമുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് സുപ്രീം കോടതി തന്നെ നിഷ്കർഷിച്ച പ്രൈവസി തത്വങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. ഇത് അടിയന്തരമായിട്ടും പിൻവലിച്ചേ മതിയാവും. ഇന്ത്യയിലെ സ്വകാര്യതയ്ക്കെതിരെ, പൗരൻ്റെ സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാണാതായ മൊബൈലുകൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ ദുരുപയോഗം തടയാനും ഇത് പ്രയോജനം ചെയ്യുന്നതാണ്. അതാണ് ഞാൻ ഗുണം മനസ്സിലാക്കും മുൻപ് തന്നെ പ്രതിപക്ഷം എതിർക്കുന്നത് എന്തിനാണ്? അല്ല നമുക്കറിയാലോ മോട്ടീവ് എന്താണെന്ന്. പെഗാസസിൻ്റെ അനുഭവം ഇന്ത്യയിൽ ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അടക്കം, ജഡ്ജിമാരടക്കം, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരടക്കം അത് അനുഭവിച്ചതാണല്ലോ പെഗാസസിൻ്റെ. ആ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത്തരമൊരു നീക്കത്തിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം ഇത് വളരെ വ്യക്തമാണ്. ജനങ്ങൾക്ക് സൗകര്യമൊരുക്കാനെന്ന വ്യാജേന സാധാരണക്കാരൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയായിട്ട് മാത്രമേ ഇത് കാണാൻ കഴിയൂ എന്നുള്ളൊരു സംശയമില്ല. മാത്രമല്ല ഇതൊക്കെ പൗരാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്, സ്വകാര്യതയ്ക്ക് നേരെയുള്ള കടന്നാക്രമണമാണ്. സുപ്രീം കോടതി നിഷ്കർഷിച്ച ചട്ടങ്ങൾക്കെതിരായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ ഇത് ശക്തമായിട്ട് ഉന്നയിക്കപ്പെടും എന്നുള്ളതാണ്. മസാല ബോണ്ട് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇഡിയുടെ നോട്ടീസ് നല്ല തമാശ. അതിലാണ് ഞാൻ എന്താ പറയുക, തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഇങ്ങനെ ഒരു തമാശ ഇഡി നടത്തും. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഇത്രയും ഗൗരവം കാണുന്നില്ല അവരുടെ നോട്ടീസിന്. എന്തായാലും ഒരു കാര്യം സത്യമായി, ഈ നോട്ടീസ് അവർ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് പുറത്തു വിട്ടു. മുമ്പൊരു നോട്ടീസ് വന്ന കാര്യം നിങ്ങളാരും അറിഞ്ഞത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടല്ലേ മുമ്പൊരു നോട്ടീസ് വന്നത്. അത് മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് വന്നു നമ്മൾ അറിഞ്ഞത് എത്ര നാൾ കഴിഞ്ഞിട്ടാണ്. എന്തായാലും ഇഡി ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചപ്പോൾ തന്നെ പുറത്തു വിട്ടു. ഇതെല്ലാവർക്കും കള്ളക്കളി മനസ്സിലാവില്ലേ? ഇഡി മുൻപ് അന്വേഷിച്ച കേസുകളുടെ ഗതി എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. മാത്രമല്ല നോട്ടീസ് അയക്കുമ്പോൾ നോട്ടീസിന് ആധാരമായി പറയുന്ന കാരണങ്ങൾ തന്നെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലല്ലേ അവർ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട സീരിയസ് ആയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊന്നും എടുക്കാതെ മറ്റ് വിഷയങ്ങൾ എടുത്തിട്ട് ഒരു നോട്ടീസ്. അപ്പോൾ ഇത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ലേ ഒരു അല്ല, അവർ ശ്രമിച്ചുകൊണ്ട് മാത്രം ജനം അംഗീകരിക്കില്ലല്ലോ. ഇത് വളരെ വ്യക്തമാണ്. രണ്ടിലും എന്തായാലും ഇത് ഒരു നാടകമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അതെല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങളിത് എന്നോട് 5 പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അക്കാര്യത്തിൽ മറുപടി അല്ല, അതൊക്കെ അയാളിപ്പം കോൺഗ്രസ് പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. അതായത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അത് ഏതൊരു പൗരനും അവകാശമുള്ള പോലെ അയാൾക്ക് അവകാശമുണ്ട്. അത് അയാൾ തീരുമാനിക്കട്ടെ. പാർട്ടി അല്ല, അതിപ്പം നിങ്ങളല്ലേ പറയുന്നത് പഴി. ഞങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് പ്രശ്നമല്ല, ശബരിമലയിൽ ഇപ്പം SIT സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ആർക്കും പ്രശ്നമല്ല. അത് ഏറ്റവും ഗൗരവതരം ഞാൻ പറയുന്നത് കേൾക്കൂ സഹോദര. പിന്നെ ഏറ്റവും ഗൗരവതരമായി കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം, ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ പോയിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പല അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭഗവാന്റെ സ്വർണം കെട്ടതിന് പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നൊരവസ്ഥ. എന്നിട്ട് ഇപ്പോൾ SIT നീട്ടിക്കൊടുക്കാൻ പറയുകയാണ്. പുനരന്വേഷണം നടത്തില്ല. ഇപ്പോൾ SITയുടെ നടപടിയിൽ തന്നെ സമ്മർദ്ദം വളരെ ശക്തമായിട്ടുണ്ടെന്നുള്ള കാര്യം. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ആ ചർച്ചകളൊക്കെ ഡൈവേർട്ട് ചെയ്യാനുള്ള ഈ തന്ത്രം വേണ്ട.